മുൻപ് കാലത്ത് പ്രേംനസീർ എന്ന് പറഞ്ഞൊരു നടൻ പ്രേംനസീർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭക്തകുചേലയിൽ അദ്ദേഹമാണ് ശ്രീകൃഷ്ണൻ. സത്യഭാമ എന്ന് പറയുന്ന സിനിമയിലും ശ്രീകൃഷ്ണൻ പ്രേംനസീറാണ്. അന്ന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പലരും ഒരുപക്ഷെ ഈ നിർമ്മാതാവിൻ്റെയോ സംവിധായകൻ്റെയോ നടൻ്റെയോ ഒക്കെ മതവും കലാസൃഷ്ടിയുമായിട്ട് ചേർത്ത് വെച്ചിട്ട് പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുകയാണ്. വളരെ കുറച്ച് ആളുകളാണ് ജോണി. അതൊക്കെ ഇത് കേരളമാണ്. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ വ്യക്തമായ ധാരണയുള്ള ജനങ്ങളാണ്, മലയാളികളാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊന്നും കേരളത്തിൽ അങ്ങനെ വിലപ്പോവില്ല. ഒരു പരിധിവരെ കുറച്ച് ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും പർവ്വതീകരിച്ച് പറയുമായിരിക്കും. പക്ഷേ ജോണി നേരത്തെ പറഞ്ഞതുപോലെ പഴയ കാലത്ത് പോലെ നിർമ്മാല്യം ഇന്ന് എടുക്കാൻ പറ്റില്ല. എം ടി വാസുദേവൻ നായർ നിർമ്മാല്യം എടുത്തത് പി. ജെ. ആൻ്റണി എന്ന് പറയുന്ന കഥാനായകൻ ദേവിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നതാണ് എൻ്റെ ക്ലൈമാക്സ്. ഇന്ന് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതനുസരിച്ച് സിനിമയും മാറിയിട്ടുണ്ട്. സിനിമയും മാറണം, നമ്മളൊക്കെ മാറണം, നമ്മുടെ എല്ലാ നിലപാടുകളും മാറണം. അതിനേതായ രീതിയിൽ നമുക്ക് എപ്പോഴും ഒരു പൊതുജനത്തിൻ്റെ അക്സെപ്റ്റൻസും സ്നേഹവും ഇഷ്ടമൊക്കെ കിട്ടേണ്ട ആളുകളാണ് ഞങ്ങൾ കലാകാരന്മാരെന്ന് പറയുന്നത്. അവരെ വെറുപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ജീവിതമില്ല.